ഓക്കെ, അപ്പൊ ചേട്ടൻ ഇപ്പം റീസെന്റ് ചേട്ടന്റെ ഒരു മ്യൂസിക് ആൽബം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നിനക്കെന്നെ ഇന്നു വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട. അല്ലെ, ആ പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. എന്താ ചേട്ടാ അങ്ങനത്തെ ഒരു പേരിടാൻ കാരണം? ആ പാട്ട് ഓൾറെഡി അവര് ചെയ്തൊരു പാട്ടായിരുന്നു അത്. അതിനുശേഷമാണ് ആ പാട്ടിന് കുറച്ച് അവര് എന്നെ കൂടെ പാടിച്ച് കുറച്ച് അതിനകത്ത് വർക്കൊക്കെ നടത്തി. ഈ പോഡിയെന്നൊക്കെ ഇടുന്നത് മണികണ്ഠനും എമിലും ഒക്കെ ചേർന്നിട്ടാണ്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എമിൽ മുഹമ്മദും ഇതിൻ്റെ ഡയറക്ടർ ചെയ്തിരിക്കുന്ന മണികണ്ഠനും ചേർന്നിട്ടാണ് ഈ പൊടി എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമൺ വാക്കല്ലേ. എന്നാലും ഭയങ്കര ഒരു കുറച്ചൊരു കോമഡി നിറഞ്ഞൊരു പേര്. നിനക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ നിന്നെ വേണ്ടെന്ന് പറയുന്നത്. എന്റെ ഇവിടെ മൂവാറ്റുപുഴയൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ ട്രിവാൻഡ്രം ഭാഗങ്ങളിൽ പറയാറുണ്ട്, പോവാൻ പറയടാ, അവന് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. പാട്ടിന് അങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താ? അല്ല, ആ വാക്ക്, ആ കോമൺ ആയിട്ടുള്ള ആ വാക്ക് എടുത്തിട്ട് തന്നെ അതിനെ ഒരു പാട്ടാക്കിയ ഭംഗിയായിരിക്കും. റീല് വരുന്നതില് ലേഡീസും പാടുന്നുണ്ട്, പൊടി എന്നുള്ള ലേഡീസും പാടുന്നുണ്ട്. അല്ലാതെ ആണുങ്ങളെ ഭാഗത്തു നിന്നാണല്ലോ ഈ പൊടി എന്നുള്ള സംഭവം. അന്നേരം ഞാൻ പ്രോഗ്രാമിന് പോയ സ്ഥലത്തും ഇതുപോലെ ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ പുതിയ ആൽബത്തിനെ കുറിച്ച് പറയുമ്പോൾ കൈയടിക്കുന്നുണ്ട്, അത് പാടാൻ പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു പോട വരുന്നുണ്ട്. ആണോ? അപ്പൊ സമാധാനായില്ലേ? സമാധാനായി. ഓക്കെ, അപ്പം തങ്കച്ചൻ ചേട്ടനാണെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ പേടിയാന്ന് ഒരുപാട് കിംവദന്തികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യമാണോ? ഇല്ല. ഉണ്ട്. ചേട്ടന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരാള് പറഞ്ഞ് ഞാൻ കേട്ടതാ. പേടിയായോണ്ട് ചേട്ടൻ പാസ്പോർട്ട് മാക്സിമം ലാഗ് അടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഫ്ലൈറ്റ് കയറാൻ എങ്ങനെ പേടിയില്ല. പേടി ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ? എപ്പോഴെങ്കിലും ലിഫ്റ്റ് കയറാനൊക്കെ ലിഫ്റ്റിലോ? ലിഫ്റ്റിൽ കയറാൻ പേടിയുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി പോകുമോ അങ്ങനെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. പക്ഷെ ഫ്ലൈറ്റ് കയറാൻ അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. ചേട്ടന്റെ കൂടെയുള്ള ആള് പറഞ്ഞിട്ടുണ്ട്, കൂടെയുള്ളവന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. എന്നെ പറ്റി ഞാൻ, അതായത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ, ഞാൻ അത് ചാനലിലും പറഞ്ഞേക്കുന്നത്, ഈ ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ 2000 രൂപ കൊടുത്തു. അങ്ങനെ ഇല്ലെന്നേ, ഒരു വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത്. ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഫേസ്ബുക്കിന് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 2000 രൂപ ഇടണം. എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് കാശ് കടം ചോദിച്ചതാ. ഞാൻ ഈ കാശ് കടം കൊടുത്തു. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ഫേസ്ബുക്ക് തുടങ്ങാൻ വേണ്ടി 2000 രൂപ കൊടുത്തതാക്കിയിട്ട് ഇനി വേറെ ഒരു സ്ഥലമില്ല, എല്ലാ സ്ഥലത്തും എന്നിട്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ബൈക്കിൽ പോകുമ്പോൾ വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ ഹെൽമെറ്റ് തിരിഞ്ഞു. അത് കണ്ടിട്ടില്ലേ? ഇനി പറയാനില്ല, എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. എന്റെ പേരിൽ മാറ്റാനും പോയില്ല. അത് കൂട്ടുകാരല്ലേ, അവര് തമാശക്കൊക്കെ പറയുന്നല്ലേ. അപ്പൊ എന്റെ പേരിൽ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, അത് നമ്മൾ ഇല്ലാതാക്കുന്നില്ല. പിന്നെ മമ്മൂക്കാന്റെ കാറിന്റെ പിന്നാലെ ഓടിയൊരു കഥയില്ലായിരുന്നോ? അത് പൊന്മുടിയില് പട്ടണത്തിൽ ഭൂതത്തിന്റെ സിനിമയുടെ ഷൂട്ടിന് ഒരു സീനും കൂടെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഞാനിപ്പോൾ ഓർക്കുന്നു, മരിച്ചുപോയി പാവം. എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഞങ്ങൾ എൻ്റെ ഒരു ബോക്സർ കുടുകുട് കൊണ്ട് അടുത്ത ആഴ്ച എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ ഒരു തീരുമാനം ഓണാവും. അങ്ങനെ ഒരു ബോക്സർ ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഞങ്ങൾ കാണാൻ പോയിട്ട് മേളിൽ നിന്ന് വണ്ടി വരുന്ന സമയത്ത് അറിയാമല്ലോ, ഞങ്ങൾ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ 3-4 വളവ് കഴിഞ്ഞ് പോയാലും നമുക്ക് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങാം. ഞങ്ങൾ പുറകെ ഓടിയിട്ട് കിട്ടിയില്ല. എന്നിട്ട് വണ്ടിയുടെ കുറുക്കെ നിന്നിട്ട് ചെറിയ പൊടി മഴയും കണ്ടുണ്ടെന്നതിന് ക്ലാസ് കാത്തും എന്ന് ചോദിച്ച്, ഈ പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. എന്ന് ചോദിച്ചു, ഒന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ എന്നിട്ട് ക്ലാസ് ലോക്ക് ആയിട്ട് പോയി. പിൽക്കാലത്ത് പിന്നെ വിളിക്കുകയും പടത്തിലൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും ഉണ്ടോ സൗഹൃദം? പിന്നെ ഉണ്ട്. എപ്പോഴും ആവശ്യങ്ങൾക്ക് മാത്രം മെസ്സേജൊക്കെ അയക്കും. അങ്ങനെ ഉണ്ട്. നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ട്, ഇക്കടെ മനസ്സിലും ഉണ്ട്. ആൽബം അയച്ചു കൊടുത്തിരുന്നോ? ആൽബം ഒക്കെ കണ്ടിരുന്നോ? ഇല്ല. അങ്ങനെ വർക്കിലൊന്നും അയച്ചു കൊടുക്കില്ല. എന്നാലും ഒരു വർക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പ്രോഗ്രാം കാണും. എല്ലാവരും പ്രോഗ്രാംസ്, എല്ലാ ആർട്ടിസ്റ്റുകളെ അറിയാം. അപ്പൊ ഇത് കാണും. ചേട്ടനാണെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇപ്പൊ നമ്മൾ ഈ പാട്ട് എഴുതുമ്പോഴും അതിന്റെ ലിറിക്സ് ആയിക്കോട്ടെ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട കാര്യമുണ്ട്. ഇപ്പം വേടനാണെങ്കിൽ ജയിലിൽ പോയിട്ടുണ്ട് പാട്ടിന്റെ
ലിറിക്സിന്റെ ഒരു പേര് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ചേട്ടനാണെങ്കിൽ ഒരുപാട് കോൺഷ്യസ് ആയിട്ടുണ്ടോ ലിറിക്സ് എഴുതുമ്പോഴും അതിനകത്ത് ഓരോ രാഷ്ട്രീയം, മതം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ? എൻ്റെ ഇതില്ല. എൻ്റെ ആട്ടുകുട്ടിയും പട്ടിക്കുട്ടിക്കൊക്കെ എന്താണ് എൻ്റെ കുഞ്ഞ് ആട്ടുകുട്ടി, പട്ടിക്കുട്ടി, കോഴിക്കുഞ്ഞ്, താറാവിന് എന്തിനാ എൻ്റെ ആവശ്യമല്ല. ഞാൻ ഈ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കുണ്ട് പണ്ട് വീട് രാജപ്പൻ സാർ എഴുതിയതുപോലെ പട്ടിയുടെ കൊരയും കോഴിയുടെ വിളിയും താറാവിൻ്റെ കരച്ചിലും ഇതൊക്കെ വെച്ചിട്ടല്ലേ അദ്ദേഹം എന്തോരം പിന്നെ ഫാൻസിൻ്റെ വലിയൊരു ഇന്നത്തെ ഫാൻസ് ഫോളോവേഴ്സ് അങ്ങനെയല്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസ് കാണാൻ ചെന്ന് നിന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ തോളിലിരുന്ന കണ്ട എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും ജനങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വെച്ചുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാനതാണ് വലിയ സംഭവങ്ങളിലേക്ക് പോകാതെ അതൊന്നും എനിക്ക് ശരിക്കും പറയാം അതൊന്നും എനിക്കറിയില്ല. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ താറാവും കോഴിയും ആടും ആട്ടുകുട്ടിയും പട്ടിക്കുട്ടിയും പാമ്പും ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. ഇന്നലെ പോയ സ്ഥലത്തും ഞാൻ ഏതോ വലിയൊരു പാട്ടിൻ്റെ ഒരു 2 വരി മൊഴിയപ്പോഴും തന്നെ അവർ പറഞ്ഞു ചേട്ടാ അത് വേണ്ട, നമുക്ക് ആട്ടുകുട്ടി പാടിയാൽ മതി. അപ്പം ഞാൻ പിന്നെ ഇതായി സ്ഥിരം. ഞാൻ ഇവിടുന്ന് എല്ലാം തൊണ്ടയൊക്കെ ശരിയാക്കിയിട്ടൊക്കെ പോകുന്ന വലിയ പാട്ടുകൾ പാടാൻ വേണ്ടിയാണ് പോകുന്നത്. പാടിയാലും ശരിയാവില്ല എങ്കിലും പക്ഷെ എന്നെ കൊണ്ട് പാടിക്കുന്നതൊക്കെ ഇത് തന്നെ ആട്ടുകുട്ടിയൊക്കെ. കുറച്ച് പാടുമോ? കുറെ പാടിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആകുന്ന സമയത്ത് 2,16,000 പ്രാവശ്യം അല്ല അത്രയും. അത് എല്ലാവരും ഇഷ്ടം കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇതിൽ വലിയ വരിയും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പ്രാസം വെച്ചൊക്കെ പിള്ളേർക്ക് വേണ്ടി പാടാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ. മാട്ടുപ്പെട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി, സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുക്കുടി മോളിക്കുട്ടി, മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു 10 വരെ ആട്ടുകുട്ടി. ഈ ആട്ടുകുട്ടിയെ കണ്ണ് വെക്കുന്ന നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി, ആട്ടുകുട്ടിയെ കണ്ണ് വെക്കുന്ന നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി, മണിയന്റെ മേര സോപ്പ് പെട്ടി. അടിപൊളി അടിപൊളി. മറിയേരമ്മേരാട്ടുകുട്ടി, മണിയന്റെ മേര സോപ്പ് പെട്ടി, മെഹർകുട്ടിയുടെ ആട്ടുകുട്ടി, മണിയന്റെ മേര സോപ്പ് പെട്ടി. അതുകൊണ്ടാ ആടുണ്ടോ അവിടെ? ഇല്ല, ആടില്ല. ആട്ടുകുട്ടി അടിപൊളിയാണ്. ആടൊക്കെ വളർത്തുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു. ആടും താറാവും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറെ വർഷങ്ങൾക്ക് ഇല്ല. അപ്പൊ ചേട്ടൻ ഒരുപാട് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു തങ്കച്ചൻ ചേട്ടനെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സ്റ്റാർ മാജിക് വഴിയാണ്. അപ്പം സ്റ്റാർ മാജിക് ചേട്ടന്റെ ലൈഫിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്നവരെ അല്ലെ, നമുക്ക് നമ്മുടെ ഒരു തുടക്കകാലങ്ങളും നമ്മുടെ ഒരു മുന്നോട്ടുള്ള വഴി, പാത, നടവഴി, വാതിലൊക്കെ അത് തന്നെയായിരുന്നു. ഇവിടെ നിൽക്കുന്നത് വരെ അത് തന്നെയാണ്. ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? സ്റ്റാർ മാജിക്കിൽ വരുന്നതിനും അതിനുശേഷമുള്ള പഴയതുപോലെ തന്നെ. അതല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഒരു ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഷോ വരുന്ന സമയത്ത് അതിനകത്ത് പോവും, സഹകരിക്കും. ഏത് ഷോ ആയിരുന്നാലും നമ്മുടെ ജോലി അതല്ലേ. പുതിയ ഷോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പണിപ്പുരയിലാണ്. ആണോ? ഇതുപോലെ തന്നെയാണോ? സ്റ്റാർ മാജിക് പോലത്തെ ഒരു ഗെയിം ഷോ പോലത്തെ ആണോ? അല്ല.